ആരാധനാ ക്രമവത്സരത്തിൽ ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കൈത്താക്കാലം എന്നാണ് ഈ കാലത്തെ വിശേഷിപ്പിക്കുക. കൈത്ത എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം വേനൽ എന്നാണ്. വേനൽ കാലത്താണ് വിളവെടുപ്പിൻ്റെ കാലമായിട്ട് കണക്കാക്കപ്പെടുക. അതേത് രാജ്യത്തായാലും ഏത് നാട്ടിലായാലും പൊതുവെ വേനൽക്കാലത്താണ് വിളവ് കൂടുതലുണ്ടാകുകയും വിളവെടുപ്പ് നടത്തുകയും ചെയ്യുക. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും അതുതന്നെയാണ് സത്യം. അത്തരത്തിൽ ഇത് സ്ലീഹന്മാരാൽ വളർത്തപ്പെട്ട സഭയിലെ ക്രിസ്തു മൂല്യങ്ങളുടെ വിളവെടുപ്പിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ ഫലമണിയിപ്പിക്കേണ്ട കാലമാണ് ഇതെന്നാണ് ഈ കാലത്തെ വിശേഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഈ കാലത്തുള്ള വായനകളെല്ലാം ക്രിസ്തു ശിഷ്യന്മാർ പുറപ്പെടുവിക്കേണ്ട ജീവിത മൂല്യങ്ങളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ചാണ് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ടുള്ള ബൈബിൾ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത്. അത്തരത്തിൽ ഒരു വചനഭാഗമാണ് നമ്മൾ ഓരോരുത്തരും പാലിക്കപ്പെടേണ്ട, ജീവിതത്തിൽ പാലിച്ചു പോകേണ്ട പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ വചനഭാഗം. ഇവിടെ അതിഥിക്കും ആതിഥേയനും ഈശോ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. വളരെ സൂക്ഷ്മമായിട്ട് ബൈബിളിൻ്റെ വായന നടത്തുമ്പോൾ ഈശോയുടെ ഉപവാസത്തെക്കുറിച്ചും അവൻ്റെ നോമ്പിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കൂടുതൽ ധ്യാനിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവൻ്റെ വിരുന്നിനെക്കുറിച്ച് നമ്മളത്ര ധ്യാനിക്കാറില്ല, അത്ര ചിന്തിക്കാറുമില്ല. വളരെ സൂക്ഷ്മതയോടെ ഈ വചനഭാഗങ്ങളിലൂടെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു വിരുന്നുകളെയൊക്കെ വലിയ പാഠശാലകൾ ആക്കുന്നത് കാണാൻ പറ്റും. അവൻ ചുങ്കക്കാരൻ്റെ വീട്ടിൽ വിരുന്നിനിരുന്ന സമയം നമുക്കറിയാം. സക്കേവൂസിൻ്റെ ഒപ്പം തന്നെ ശിമയോൻ്റെ വീട്ടിൽ വിരുന്നിരുന്നു, കാനായിലെ വിരുന്നിന് പോകുന്നു. ഇവിടെയൊക്കെ ഗൗരവമായ പാഠങ്ങൾ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വിരുന്നിൽ അവൻ പങ്കെടുക്കുമ്പോഴാണ് ഇന്നത്തെ സാഹചര്യം ഒരുക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത, വിരുന്ന് ആര് നടത്തി എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല, ഇത് ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ വചനഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ സുവിശേഷ പണ്ഡിതന്മാർ ഈ വചനഭാഗത്തെ ലുക്കൈൻ സിംബോസിയം എന്നാണ് പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കുക. കാരണം ഈ വിരുന്നിൻ്റെ പടം വേറൊരിടത്തും വേറെ ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് ലൂക്കയുടെ മാത്രമായ ഒരവതരണമാണ്. ഇവിടുത്തെ പശ്ചാത്തലം ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു. 7-ാമത്തെ വാക്യത്തിൽ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഈശോ പഠിപ്പിച്ച വിരുന്നിൻ്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ സന്ദേശം കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലം വളരെ കൃത്യമാണ്. വിരുന്നിൽ ചില കാര്യങ്ങൾ കണ്ടപ്പോഴാണ് ഈശോ പഠിപ്പിച്ചത്. വിരുന്ന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് വായിക്കുമ്പോൾ ഒരു തച്ചനും 13 ചെറുപ്രായക്കാർ, അല്ലെങ്കിൽ 14 ചെറുപ്രായക്കാർ, അല്ലെങ്കിൽ 13 ചെറുപ്രായക്കാർ നാട് നീളെ കറങ്ങി നടക്കുകയാണ്. പ്രത്യേക പണിയൊന്നും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വിരുന്ന് അവന് പ്രധാനപ്പെട്ടതാണ്. വല്ല ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലമായിരുന്നു അതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ക്രിസ്തുവിൻ്റെ ചില ഉപമയിൽ ഒരു നാണയം കളഞ്ഞു പോയിട്ട് ഒരു ദിവസം മുഴുവൻ അന്വേഷിച്ച് നടക്കാൻ മാത്രം ദാരിദ്ര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം.
വിശപ്പിൻ്റെ വിലയറിഞ്ഞവനാണ് ക്രിസ്തു. യേശുവിന് വിശന്നതായിട്ട് പലയിടത്തും, ശിഷ്യന്മാർക്ക് വിശന്നതായിട്ടൊക്കെ പലയിടത്തും നമ്മൾ വായിക്കുന്നു. ഇന്നത്തെ കാലത്തിൻ്റെ വലിയൊരു ദുരന്തം, മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളും വിശപ്പറിയാതെ പോകുന്നു എന്നുള്ളതാണ്. വിശപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും അത് എന്താണെന്ന് പറയാൻ, അല്ലെങ്കിൽ കണ്ടെത്താൻ, അല്ലെങ്കിൽ അനുഭവിക്കാൻ. കാരണം ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കന്മാരുടെ ഒരു വലിയ പരാതി മകൻ അല്ലെങ്കിൽ മകള് ഒന്നും കഴിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ വിശപ്പ് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ പരാതിയെങ്കിൽ പഴയ തലമുറയിലെ പരാതി വിശപ്പ് തീർന്നില്ല എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വചനഭാഗത്തെ കൂടുതൽ ധ്യാനിക്കപ്പെടേണ്ടതുണ്ട്. വിശപ്പിൻ്റെ വിലയറിഞ്ഞവർക്കാണ് ഭക്ഷണത്തെ അതിൻ്റെ മൂല്യത്തിൽ സ്വീകരിക്കാനായിട്ട് പറ്റും. ഭക്ഷണത്തെ തൃപ്തിയോടെയും സ്നേഹത്തോടെയും ആദരവോടെയും സ്വീകരിക്കാനായിട്ട് സാധിക്കുക വിശപ്പറിഞ്ഞവർക്ക്. പുതിയ തലമുറയ്ക്ക് വിശപ്പറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് ഭക്ഷണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തോ കാര്യത്തിനുള്ളതാണ് എന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ ടി വി കാണിച്ചും അല്ലെങ്കിൽ മൊബൈൽ കാണിച്ചും ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടി വരിക. അങ്ങനെ കൊടുക്കുന്ന കുഞ്ഞ് പിന്നെ വളർച്ചയിലും അത് തന്നെ ചെയ്യുന്നു. ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലാതെ വേറെ എവിടെയൊക്കെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുന്നു, അത് വിഷമാവുകയും ചെയ്യുന്നു. ഇവിടെ ഈശോ ഭക്ഷണത്തിൻ്റെ വിശപ്പിൻ്റെ വിലയറിഞ്ഞവനാണ്. വെറുതെ ചരിത്രത്തിലൂടെ വെറുതെ കണ്ണു പാളിച്ച് കഴിയുമ്പോൾ വിശപ്പിൻ്റെ വിലയറിഞ്ഞവരാണ് മഹത്വത്തിൻ്റെ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരത്തിൽ വിശപ്പറിഞ്ഞവനാണ് ക്രിസ്തു. മഹത്വത്തിലേക്ക്, വലിപ്പത്തിലേക്ക് ആരെങ്കിലുമൊക്കെ ഇന്ന് പോകുന്നില്ലെങ്കിൽ വിശപ്പറിഞ്ഞിട്ടില്ല എന്ന് തന്നെ. അപ്പോൾ ഈ വിശപ്പിൻ്റെ വിലയറിഞ്ഞവന് വിരുന്നിലെ ചില പാഠങ്ങളുണ്ട്. വിരുന്നിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടത് ഭക്ഷണം തന്നെയാണ്. അതുകൊണ്ട് ഈ വചനഭാഗത്തിൽ ഭക്ഷണത്തേക്കാൾ ഉപരി സ്ഥാനങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ശൈലി വന്നപ്പോഴാണ് ഈശോ അതിനോട് പ്രതികരിക്കുക. ഈ വചനഭാഗത്തെ 3 തലത്തിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് അത് അവിടെ നടന്ന ചരിത്ര പശ്ചാത്തലത്തിൻ്റെ അർത്ഥത്തിൽ ചരിത്രപരമായ വ്യാഖ്യാനമായിട്ട് നമുക്കതിനെ എടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് ഇതിനെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥായിയായി നിലനിൽക്കുന്ന ചില ജീവിത ദർശനങ്ങൾ തരുന്ന വചനഭാഗമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് ഇത് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വചനത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഈ 3 തലത്തിലും വെറുതെ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം സമയത്തിൻ്റെ പരിമിതിയിൽ. ഇതിനെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. വിരുന്നിൽ പ്രധാന സ്ഥാനം നേടുന്ന ഒരു സാഹചര്യം, അന്നത്തെ പശ്ചാത്തലത്തിൽ വിരുന്നിന് ക്ഷണിക്കുന്ന ആതിഥേയനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിരിക്കുക. യഹൂദരുടെ വിരുന്ന് മേശ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു സെമി സർക്കിളാണ്. അതിൻ്റെ മുൻഭാഗം ഒഴിച്ചിടും. ആ ഒഴിച്ചിടുന്ന ഭാഗം അത് വിളമ്പുകാർക്കുള്ളതാണ്, സേവകർക്കുള്ളതാണ്. അവർ സേവിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതിൽ ഒരു സെമി സർക്കിൾ എന്നുള്ള നിലയിൽ അതിൻ്റെ സെൻട്രൽ പാർട്ടിൽ ആരാണോ ക്ഷണിച്ചത് ആ ക്ഷണിച്ചവനാണ് ഇരിക്കുക. അവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. രണ്ടാമത് ഏറ്റവും ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ, അപ്പോൾ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്ത് ക്ഷണിച്ചവനിരിക്കുമ്പോൾ ആ ക്ഷണിച്ചവൻ്റെ വലതുവശത്ത് ക്ഷണിക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനിയാണ് ഇരിക്കേണ്ടത്. ഇടതുവശത്ത് ക്ഷണിക്കപ്പെട്ടവരിൽ രണ്ടാമത്തെ പ്രധാനിയാണ് ഇരിക്കേണ്ടത്.
അങ്ങനെ വലത് ഇടത് വലത് ഇടത് എന്നുള്ള നിലയിലാണ് ഈ സെമി സർക്കിളിലെ ഇരിപ്പിടങ്ങളുടെ ക്രമീകരണം. അത് വളരെ കൃത്യമായിട്ട് പാലിക്കണമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വലതുവശത്തും ഇടതുവശത്തും, അതുകൊണ്ടാണ് നമ്മൾ ഈ സബദീപുത്രന്മാരുടെ ഉപമയിൽ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം തരണം എന്നൊക്കെ പറയുന്നതിൻ്റെ പശ്ചാത്തലം ഈ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തു നോക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടവരിൽ ഈ വലതും ഇടതും ഇരിക്കേണ്ടത് ആരെന്ന് തീരുമാനിച്ചത് ക്ഷണിച്ചവനാണെങ്കിലും ക്ഷണിക്കപ്പെട്ടവർ ആ സ്ഥാനങ്ങൾ കൈയടക്കുന്നത് കണ്ടപ്പോഴാണ്. ഒരു പക്ഷേ കുറച്ചുകൂടി അതിനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒരു വിപരീത ചിന്ത നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഒരു പക്ഷേ ക്ഷണിക്കപ്പെട്ട ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് പറയപ്പെടുക. അപ്പോൾ നമ്മൾ ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ചരിത്രപരമായി സ്ഥാനങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ പോകുന്ന ദുരന്തത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഇതിനെ നമ്മൾ കാണപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഈ സ്ഥാനം കൈയടക്കുന്നവനുണ്ടാകുന്ന ദുരന്തവും, മറ്റൊന്ന് സ്ഥാനം കൊടുക്കുന്ന